വെൽക്കം ടു ഫാബി മുക്കം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിന്, അതായത് ഭയങ്കര കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനിൽ വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ്. ഇതിന്റെ പുതിയ കളക്ഷൻസ് ആണ്. ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവര് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ നമ്മളെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ്, ഇപ്പൊ കോട്ടൺ കളക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കും. കളർഫുൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കളറാണ്. ആ ബേസ് കളർ വരുന്നത് യെല്ലോ ആണ്. ആ യെല്ലോന്റെ താഴെ കണ്ടോ പ്രിന്റ് വന്നിട്ടുണ്ട്. പിങ്കും അതുപോലെ ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തത്. ആ ഒരു പ്രിന്റിന്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ചെറിയ ബീഡ്സ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്ലോത്ത് ഇതാ പിടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര സോഫ്റ്റ് ആണ്. അത്രയും സോഫ്റ്റ് ആണ്. നമ്മള് പിന്നെ ഇതുവരെ ഇപ്പൊ നമ്മള് മസ്ലിനിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് 4XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. താഴെ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നെ സിമ്പിൾ ആയിട്ടൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. 4XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ബോട്ടം സോഫ്റ്റ് മസ്ലിനിലാണ് വന്നത്. അതുപോലെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന ദുപ്പട്ട. നല്ല ലെങ്ത്തും ഉണ്ട്, അതുപോലെ നല്ല വിഡ്ത്തും ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇത് തലയിലിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ. ഒഴുകി പോണ ടൈപ്പ് അല്ല. ഉണ്ടോ, ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്തിൽ വരുന്ന ദുപ്പട്ട. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1890 ആ റേറ്റിന് വേർത്താണ്. കാരണം അത്രയും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നമ്മളിപ്പോ കാണിച്ചതിന്റെ ഒരു പിങ്ക് ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ, നല്ല കളർഫുൾ ആണ്. ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതും 4XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. താഴെ കണ്ടില്ലേ ഡിജിറ്റൽ പ്രിന്റിന്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ അല്ല ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ആണ്. ബാക്ക് സൈഡിലും ആ സെയിം പ്രിന്റ് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ പോർഷൻ ഇതാ ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ ആണ് സ്ലീവിന് വരിക. പിന്നെ ഇതില് കംപ്ലീറ്റ് കണ്ടോ ഈ ഒരു പ്ലെയിൻ ആയി കിടക്കുന്ന ഭാഗം പക്ക പ്ലെയിൻ അല്ല കേട്ടോ. അതിൽ ചെറിയ പ്രിന്റ് പോകുന്നുണ്ട്. അത് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് കാണിക്കൂല, എന്നാലും സിമ്പിൾ ആയിട്ട് ഒരു പ്രിന്റ് പോകുന്നുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു സെയിം നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്ന പ്യുർ സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടം. ദുപ്പട്ടയും അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. 1890 റേറ്റ് വരുന്നത്. നമുക്ക് 4XL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ആ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. വീഡിയോയില് എന്ത് കളറാണ് കാണുന്നതെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലൂയിലേക്ക് ഒരു ഗ്രീനും കൂടെ മിക്സ് വരുന്നുണ്ട്. ഇതാണ് ടോപ്പ് വരുന്നത് കണ്ടോ. ടോപ്പിൽ താഴെ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് അതില് ആ പ്രിന്റിന്റെ മുകളിൽ കംപ്ലീറ്റ് ചെറിയ രീതിയിൽ സീക്വൻസും അതുപോലെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ ആ സെയിം കളറിൽ വരുന്ന ബോട്ടം. അതുപോലെ ദുപ്പട്ട വരുന്നത് നേരത്തെ കാണിച്ച ആ സെയിം, അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ബാക്കി പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. ഫുൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1890. നിങ്ങൾക്ക് ഹോൾസെയിൽ ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. അടുത്ത പാറ്റേൺ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ തന്നെയാണ്. അതില് കണ്ടോ ആ ഒരു വർക്ക്, ഒരു പാകിസ്ഥാനി പ്രിന്റ് ആണ് കൊടുത്തത്. അതില് കംപ്ലീറ്റ് ഈ ഒരു യോക്ക് പോർഷനിലും താഴെ ഹെമ്മിലൊക്കെ ഗോൾഡൻ ത്രെഡും അതുപോലെ സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് XXL വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തേ വരുള്ളൂ കേട്ടോ. ഇതിന്റെ സ്ലീവ് സെപ്പറേറ്റ് ആണ് കൊടുത്തത്. ഈ ഒരു പോർഷൻ ആണ് സ്ലീവിന് വരുന്നത് കണ്ടോ. സ്ലീവ് സെപ്പറേറ്റ് ആണ്.
അതുകൊണ്ട് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ആണ് വരുന്നത്. അതിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഇത് കാണുന്നത്. ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ കൊടുത്തത്. ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. നല്ല ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ താഴെ മുകളിലൊക്കെ ആ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഹെവി റയോണിൽ വരുന്ന ബോട്ടം, ആ സെയിം കളറിൽ മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ്. അതുപോലെ ദുപ്പട്ടതാ, ദുപ്പട്ടയില് 4 സൈഡിലും ഗോൾഡൻ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട കണ്ടില്ലേ, ആ ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിലും വന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1790. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത്. ഇതിന്റെ സ്ലീവ് പോർഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് സെപ്പറേറ്റ് സ്ലീവ് ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തേ വരുള്ളൂ കേട്ടോ. ബാക്ക് സൈഡ് ഇതാ, ഫ്രണ്ടിൽ വന്ന ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ കണ്ടോ. ബാക്കിലെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തേ ഉള്ളൂ കേട്ടോ. അതിന്റെ മുകളിൽ സൈസ് എടുക്കുന്നവരൊന്നും ഇത് പർച്ചേസ് ചെയ്യരുത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഹെവി റയോണിൽ വരുന്ന ബോട്ടം, നല്ല ഗ്രീൻ ഷെയ്ഡില്. ദുപ്പട്ട നല്ല ഫുൾ ലെങ്ത് ആൻഡ് വിടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട. അതൊക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ. 4 സൈഡിലും ഗോൾഡൻ ലേസ് ഡീറ്റെയിലിംഗ്, സിമ്പിൾ ആയിട്ടുള്ള ലേസ് ഡീറ്റെയിലിംഗ് ആണ്, ഓവർ ആയിട്ടൊന്നുമില്ല കണ്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1790. ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഇതാണ് അടുത്ത കളർ വരുന്നത് കണ്ടോ. നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്. അതില് കോമ്പിനേഷൻ ആയിട്ടുണ്ട് മെറൂണും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത്. സ്ലീവ് ആണ് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലേക്കും കൊടുത്തിട്ടുണ്ട്. ഡബിൾ എക്സൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ടോപ്പ് ലെങ്ത് ഏകദേശം 49 വരെ കിട്ടും. അതുപോലെ ബോട്ടം ഹെവി റയോണിൽ വരുന്ന ബ്ലാക്കിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് ആൻഡ് വിത്ത് വരുന്ന പ്യുർ സോഫ്റ്റ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട ഉണ്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1790. ഇതില് ലാസ്റ്റ് കളർ വരുന്നത് ഒരു ബേജ് കളറാണ്. ഇതാണ് കളർ വരുന്നത്. ഇതും അടിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട്. സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് സ്ലീവ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിന്റ് ആണ് ബാക്കിൽ കൊടുത്തത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ്. അതുകൊണ്ട് തന്നെ ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോഴേ അത് ആ ഒരു വൃത്തിക്ക് നിൽക്കുള്ളൂ. ഹെവി റയോണിൽ വരുന്ന ബേജ് കളറിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലില് ഫുൾ ലെങ്ത് ആൻഡ് വിടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1790. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഇത് വരുന്നുള്ളൂ. കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. DTDC പോസ്റ്റൽ അവൈലബിൾ ആണ്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്യുമ്പോൾ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളടുത്ത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. താങ്ക് യു.